ദൈവത്തിന് സ്തുതി. നമ്മുടെ പരിപാലകനായി, ഇടയനായി ഒരു ശക്തി, ഒരു സാന്നിധ്യമുണ്ടെങ്കിൽ അതിനേക്കാൾ സന്തോഷകരമായ ഒരു അവസ്ഥ വേറെ എന്താണ് ഉള്ളത്? നമ്മെ ഏറെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ് 23-ാം സങ്കീർത്തനം. യഹോവ എന്റെ ഇടയനാകുന്നു എന്ന വാക്യത്തിലൂടെ ആരംഭിച്ച് നാം ജീവിക്കുന്ന കാലത്തോളം ദൈവത്തിന്റെ നന്മയിൽ, കരുണയിൽ നിലനിൽക്കാൻ പറ്റുന്ന ഒരു ആശ്രയ കേന്ദ്രമായി ദൈവത്തോടൊപ്പം വസിക്കും എന്നുള്ള പ്രത്യാശയിലാണ് സങ്കീർത്തനം അവസാനിക്കുന്നത്. ജീവിതത്തിന്റെ പ്രതികൂലതകളിൽ, ആകുലതകളിലും, ചിലപ്പോൾ സ്വാന്തനമായും ചിലപ്പോൾ ശാസനയിലും ചെറിയ നൊമ്പരങ്ങൾ തന്നും നമ്മൾ നല്ല പാതയിൽ സഞ്ചരിക്കുവാൻ നല്ല ഇടയനായി ക്രിസ്തുവിന്റെ സാന്നിധ്യം നാം തിരിച്ചറിയുന്നു. ചിന്നിച്ചിതറുന്ന ഒരു സമൂഹത്തെ ഒന്നായി കാണുവാൻ, ഒന്നിച്ചു കൊണ്ടുപോകുവാൻ ഒരു നല്ല ഇടയന് മാത്രമേ സാധിക്കുകയുള്ളൂ. ചരിത്രം പരിശോധിക്കുമ്പോൾ ധാരാളം മഹത് വ്യക്തികൾ സമൂഹത്തിന്റെ ഭിന്നതകൾ ഇല്ലാതാക്കാൻ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ഒരു ഇടയന്റെ ഉത്തരവാദിത്തം ഭംഗിയോടെ നിർവഹിച്ചിരിക്കുന്നതായി മനസ്സിലാക്കുവാൻ സാധിക്കും. കറുത്ത വർഗത്തിനു വേണ്ടി പോരാടി 27 വർഷം ജയിലിൽ കിടന്ന് പുറത്തു വന്ന നെൽസൺ മണ്ടേല പറഞ്ഞത് വെള്ളക്കാരോട് പകരം വീട്ടണം എന്നല്ല, എല്ലാവരും രാജ്യത്ത് തുല്യരാണ് എന്ന ആഹ്വാനത്തോടെ വെറുപ്പിനും ദേഷ്യത്തിനും പകരം അനുരഞ്ജനത്തിന്റെ പാതയാണ് തിരഞ്ഞെടുത്തത്. കറുത്ത വർഗക്കാരുടെ അവകാശത്തിനു വേണ്ടി പോരാടുകയും അത് നേടിയെടുക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്. നല്ല ഇടയൻ തന്റെ ആളുകളെ എന്റേത് നിന്റേത് എന്ന് വേർതിരിക്കില്ല. എല്ലാം നമ്മുടേത് എന്ന ആശയത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. നല്ല ഇടയൻ പക വളർത്തുന്നവനല്ല, മുറിവ് ഉണക്കുന്നവനാണ്, അതിനുവേണ്ടി പ്രയത്നിക്കുന്നവനാണ്. നല്ല ഇടയൻ തന്റെ ആളുകളെ ചേർത്ത് പിടിച്ച്, ആളുകളെ അടിച്ചമർത്താതെ, ഭിന്നിപ്പിക്കാതെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തുവാൻ പരിശ്രമിക്കുന്നു. താൻ സ്നേഹിക്കുന്ന തന്റെ ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവന് പോലും വില കൽപ്പിക്കാതെ അതിനെ നഷ്ടമാക്കി ആട്ടിൻപറ്റത്തെ സംരക്ഷിക്കുന്ന ഇടയനെ പോലെ ക്രിസ്തുവും കാൽവറിയിലെ യാഗത്തിലൂടെ തന്റെ തിരുരക്തത്താൽ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. ആ ഇടയന്റെ തണലിൽ, സംരക്ഷണത്തിൽ, അനുസരണത്തോടെ, സമാധാനത്തോടെ വസിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.